നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു. 20 ദിവസത്തിനിടെ മയക്കുവെടിയേറ്റത് 2 തവണ. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തമാകും. ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് വനം മന്ത്രി. വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. നടപടികളും പൂർത്തിയാക്കിയാണ് ഞങ്ങൾ മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ വനം വകുപ്പിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലുണ്ടായിട്ടില്ല. പത്തനംതിട്ട റാന്നിയിൽ 5.5 വയസ്സുകാരന്റെ മരണം ചികിത്സാ പിഴവെന്ന് ആരോപണം. പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. റാന്നി മാർത്തോമ ആശുപത്രിയിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിലെ മോശം അനുഭവം പറഞ്ഞ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മതിയായ പ്രതിഫലം ലഭിച്ചില്ലെന്ന് വിമർശനം. 3500 രൂപ മുടക്കിയ തനിക്ക് ലഭിച്ചത് 2400 രൂപ. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും സുഹൃത്തിനുള്ള കുറിപ്പിൽ ചുള്ളിക്കാട്. BJP നേതാവ് LK അദ്വാനിക്ക് ഭാരതരത്ന. അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുന്നത് 96-ാം വയസ്സിൽ. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മമതാ ബാനർജിക്ക് കോൺഗ്രസിന്റെ മറുപടി. കോൺഗ്രസിന്റെ പോരാട്ടം RSSനെതിരെയെന്ന് ജയറാം രമേശ്. ന്യായ് യാത്ര ഉത്തർപ്രദേശിൽ 11 ദിവസം പര്യടനം നടത്തും. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും ജയറാം രമേശ്. ജോർദാനിലെ സൈനിക കേന്ദ്രത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ തിരിച്ചടിച്ച് അമേരിക്ക. ഇറാഖിലെയും സിറിയയിലെയും 85 ഇറാൻ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം. ലക്ഷ്യം കാണും വരെ ആക്രമണം തുടരുമെന്ന് ബൈഡൻ.